ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ തുണി ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അവിടെ നിന്നാണ് നമ്മളെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് ഒരു വെയിലെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ട് വേഗം പുറത്തിറങ്ങി തുണി ഉണക്കാൻ ഇട്ടതാണ്. ചെറിയ ചൂടും ഉണ്ട് കേട്ടാ. ബാക്കി നമുക്ക് അകത്ത് പോയിട്ട് പറയാം. അപ്പൊ അകത്തേക്ക് വന്നിട്ട് ഞാൻ ഇതാ കുറെ തുണികൾ അടക്കിയിരിക്കുന്നേ. ഇന്ന് രാവിലെ മുതൽ ചെയ്ത കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, നിച്ചൂട്ടിന്റെ ഉടുപ്പുകളാണ്. 1 or 2 പ്രാവശ്യം മാക്സിമം ഇട്ടിട്ടുള്ളത്. തീരെ ഇടാത്ത ഉടുപ്പുകളും ഉണ്ട് കേട്ടോ, കുറച്ച് പഴയത് അന്നേ മേടിച്ചത്, ഇതുവരെ ഇടാത്ത പുതിയ ഉടുപ്പുകളുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, നിച്ചൂട്ടിന്റെ പഴയ ഉടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവർക്ക് അവിടെ വെള്ളം കയറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ നിച്ചൂട്ടിന്റെ ഉടുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിച്ചൂട്ടി ഇപ്പം ഇട്ടോണ്ടിരിക്കുന്ന ഒറ്റ പ്രാവശ്യം കല്യാണത്തിന് പോകുമ്പോൾ ഇട്ട ഉടുപ്പുകളും ഉണ്ട്, ഇതില് നല്ല ഉടുപ്പുകളും ഉണ്ട്. അപ്പൊ ആ വാവക്ക് ഒരു ഉപകാരം ആവുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിച്ചുവിനെ പുതിയ ഉടുപ്പ് അടക്കം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ. എന്നാലും ഒന്ന് വെയിലത്തെല്ലാം ഇട്ട് സെറ്റ് ആക്കി എടുക്കണം, എന്നിട്ട് നമുക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഇത് മാത്രല്ല, ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് പുതിയ ഉടുപ്പുകളും കൂടെ വെക്കണം. എന്തായാലും നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നല്ലേ. അപ്പം ഇതെല്ലാം പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഉടുപ്പുകളാണ് കേട്ടോ. ഈ സ്കേർട്ടും ഇതെല്ലാം നിച്ചുവിന്റെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അതിന്റെ കൂട്ടത്തില് കുറച്ച് വീട്ടിൽ നിന്നിടണ്ടേ നല്ല പുതിയ ഉടുപ്പുകളും കൂടെ വാങ്ങിക്കണം. എന്നിട്ട് അതും കൂടെ വെച്ചിട്ട് നമുക്ക് അയച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷെൽഫിൽ നിന്ന് മൊത്തം എടുത്ത് പുറത്തിട്ടതാണ്. ഒന്നും കൂടെ ഒന്ന് വെയിലെല്ലാം കാണിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. ചുട്ടി ഇതുവരെ ഇടാത്ത ഈ ബ്ലാക്കും ഈ യെല്ലോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ അതും കൂടെ അതിന്റെ കൂട്ടത്തിൽ വെച്ചതാണ്. പുതിയ ഉടുപ്പ് തന്നെ ആയിക്കോട്ടെ വാവക്ക് എന്ന് വിചാരിച്ചിട്ട്. ബാക്കി കുറച്ച് പഴയതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങനെ നല്ല ഒന്ന് 3-4 വട്ടം ഇട്ടതൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ആണ് എടുത്തു വെച്ചിരിക്കുന്നത്, പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ ഉടുപ്പുകൾ. ഏട്ടൻ എന്തെല്ലോ സാധനങ്ങൾ ഇങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്യുന്നുണ്ട്, എന്തെല്ലോ വരുന്നുണ്ട്. എനിക്കൊന്നും കൂടാ ചവിട്ടി ഇത് ഇച്ചിരി തോർത്ത് പോലെ ഉണ്ടല്ലോ. തോർത്ത് ചവിട്ടി എങ്ങനെയുണ്ട്? ചവിട്ടി ആവശ്യമുണ്ട്. പിന്നെ എന്താ കേട്ടാ, കാറ് വാക്വം ക്ലീനർ, കാറ് വൃത്തിയാക്കണ്ട വാക്വം ക്ലീനർ തുറന്നാട്ടോ, ചവിട്ടി നോക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ഡ്രസ്സെല്ലാം പാർസൽ ചെയ്ത് അയക്കാൻ വേണ്ടിട്ട് ഇതിൽ അയക്കൊന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു പെട്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് എല്ലാം കൂടെ അടുത്ത് വെച്ചിട്ട് അയക്കാൻ പറ്റുമോ നോക്കാം. അവർ അഡ്രസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടേ. അപ്പൊ വയനാട്ടിലേക്ക് എത്തണ്ടേ. ഇപ്പം കൊറിയർ സർവീസ് ഉണ്ടോ അറിയില്ല. അവരോട് ചോദിച്ചപ്പോ കുഴപ്പമില്ല, സർവീസ് ഉണ്ട് എന്നാ പറഞ്ഞേ. ബാത്റൂം ചവിട്ടി നോക്കട്ടോ. ബാത്റൂമെല്ലാം എഴുതിയിട്ടെല്ലാം ഉണ്ട്. ഇത് ഒട്ടി വെക്കും അല്ലേ, സ്ലിപ്പ് ആവൂല അല്ലേ? വെള്ളം പോവോ അതെ ഒട്ടിയല്ലേ? സംഭവം കൊള്ളാട്ട നല്ലുണ്ട്. ബാത്റൂമിന്റെ പുറത്തിടാൻ വേണ്ടിയിട്ട് 2 മേടിച്ചിട്ട് നോക്കിയിട്ട് എല്ലാ ബാത്റൂമിന്റെ പുറത്തേക്ക് ഇടാൻ വേണ്ടി മേടിക്കാം. പിന്നെ എത്ര പൈസ കേട്ടാ? 200 സംതിങ് ഉണ്ടാവും. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ തരാം കേട്ടാ. എല്ലാ ഡ്രസ്സും ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അലക്കിയിട്ട്. ഇതാ ആ ലൈനിൽ ആഴയിൽ അറിയിട്ടതെല്ലാം വാഷ് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. സമാധാനം, ഇന്ന് വെയിൽ കിട്ടിയോണ്ട് എല്ലാം ഉണങ്ങി കെട്ടി. നാളെ പാക്ക് ചെയ്ത് അയക്കാമല്ലോ. ഞാനും അമ്മയും കൂടെ നിച്ചൂട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുന്നേ. ഞാൻ ഇറങ്ങുമ്പോൾ സാധാരണയായിട്ട് ഞാൻ പോലെ ഇത് ഞാൻ നടന്നിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അംഗനവാടി. എന്നാലും പിന്നെ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ നടന്നിട്ട് ഏകദേശം എത്താനായിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ആയി. പക്ഷെ അമ്മക്ക് ഈ റോഡ് ഇതുവരെ അറിയില്ലല്ലോ. ഈ റോഡ് ഇതുവരെ അമ്മ കണ്ടിട്ടില്ല. ഇവിടെ വരെ ഉണ്ടായിട്ട് വന്നു പണ്ട്. അതായിരിക്കും ഇടം വരെ ടാറിങ്, ബാക്കി ടാറിങ് ഇല്ലാത്ത. ബാക്കി അങ്ങോട്ട് പിന്നെ അവര് വഴി കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതായിരിക്കും അപ്പുറം ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അടം വരെ ടാറിങ്. ആ ഒരു കുറച്ച് ചളിയും കൂടെ ഒഴിവാക്കിയാൽ നല്ല സൂപ്പറായിട്ട് പോകാൻ പറ്റും. ടാറ്റാ ടാറ്റാ. അമ്മമ്മ വന്നിട്ട് സന്തോഷായിനാ? നോക്കി ഇങ്ങോട്ട്. സന്തോഷായിനാ? ആയിനാ? സർപ്രൈസ് ആയിപ്പോയി അല്ലേ? അമ്മമ്മ വന്നോണ്ട് സർപ്രൈസ് ആയിനാ? ഇന്നത്തെ സർപ്രൈസ് ആയില്ലേ ചുട്ടി? ഇന്ന് അമ്മമ്മയും അമ്മയും നടന്നിട്ട് വന്നോണ്ട് സർപ്രൈസ് ആയിനാ? ആയിനാ? കണ്ണ് കാണുമ്പോ ഇങ്ങനെ ഉറങ്ങാത്ത പോലെ ഉണ്ടല്ലോ. ഉറങ്ങിയിട്ടില്ലല്ലോ? കണ്ണിന് ഇങ്ങനെ ഉറക്കം തൂക്കുന്നുണ്ടല്ലോ. മാല എവിടെ? മാല പൊട്ടിപ്പോയാ? കള്ളിപ്പെണ്ണ് എന്ത് പൊട്ടിച്ചിന്? ഓ തന്നാലെ പൊട്ടിയതാ? ഓ എന്നാ സാരല്ല, കുഴപ്പമില്ല കേട്ടാ. പൊട്ടിച്ചതല്ലല്ലോ.
അച്ചി അച്ചി എന്ത് പേരാഞ്ഞ് ചോദിക്കുന്നു. ചിങ്ക ചിങ്ക ഇന്ന് നമ്മള് നടന്നിട്ടാ വന്നത് അച്ചേ. അതിപ്പോ ഇടുന്ന ചളിപൊളിയായിട്ട് എടുത്തയാന്ന്. ഫുള്ള് നന്ന് എനിക്ക് ഗളായിട്ട് ഫുള്ള് നടന്നിനല്ലേ. അച്ഛനോട് ഇന്ന് പണിക്കാൻ പറഞ്ഞേ സ്പൈഡർമാനാ. അതെന്നാ വാതിലിന് കണ്ണാ? വാതിലിന്റെ മേലെ എടുക്കാൻ പറ്റുന്ന സ്പൈഡർമാനാണോ? ആ ഒട്ടിക്കുന്ന സ്പൈഡർമാൻ സ്പൈഡർമാൻ സ്പൈഡർമാനെ മേടിച്ചിന് കളിക്കാനാ മമ്മിയ ചേച്ചി? അതെയാ, അമ്മ കാണിച്ചു തരാം അതെങ്ങനെയാ കളിക്കുവാന്നേ. കണ്ടോ ചേച്ചോട്ടി ഇന്ന് സ്പൈഡർമാൻ വേണം ഇന്നലെ ഉണ്ട് അച്ഛനോട് പറയുന്നത്. ഇത് കണ്ടോ കണ്ണ? അമ്മ ഒരു മാജിക് കാണിച്ചു തരാം. ഇത് സ്പൈഡർമാൻ അല്ലേ? കണ്ടോ സ്പൈഡർമാൻ സ്പൈഡർമാൻ കണ്ടോ കുട്ടി? വൈകുന്നേരം എന്താ ഉണ്ടായോ? ഉപ്പുമാവ കടലയാ? ഉപ്പുമാവ കടലയാ? അവര് കാണും. നിച്ചുട്ടി വന്നാട് രാവിലെ ഇന്ന് ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഉച്ചക്ക് എന്താ ഉണ്ടായേ, രാവിലെ എന്താ ഉണ്ടായേ മുഴുവൻ കടിച്ച് അമ്മ ഇടുന്ന ഒച്ചപ്പാടാക്കുന്നുണ്ട്. രാവിലെ എന്നാ ഉച്ചക്ക് എന്നാ കഴിച്ചേ, പാലാ മുട്ടയാ ഉണ്ടായി, അതെല്ലാം ചോദിക്കൂട്ടെ. അതെല്ലാം പറഞ്ഞു തരും. ആരെല്ലാം വന്ന് ഇന്ന് അല്ലേ ചേട്ടാ? അല്ലേ? എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കളിപ്പാട്ട സർപ്രൈസ് ഒന്നും ഇല്ലേ? നിങ്ങൾ വിചാരിക്കേണ്ട. അന്നും ഒരു വീഡിയോ കാണിച്ചു അച്ഛനും അമ്മമ്മന്റെ സർപ്രൈസ്. അത് ഇവര് കണ്ണൂർ പോയ ദിവസം ഇവളെന്തെങ്കിലും കിടക്കെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് ഇവർ ഓർമ്മിച്ച് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടാ. വരുമ്പോഴേക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചത്. നിച്ചുട്ടി വരുന്ന സമയമാണ് ഇപ്പൊ നമ്മള് ടീ ടൈം എന്ന് പറയുന്നത്. നിച്ചുട്ടി വന്നാൽ എല്ലാവരും ഇതാ സെറ്റ് ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കും. അല്ലേച്ചു കണ്ണാ? എന്നാ തിന്നുന്ന വാകാം പറ. നെല്ലിക്ക അച്ഛന് ഇഷ്ടാതെ നെല്ലിക്ക? യമ്മിയാ? അതെയാ? അമ്മ അച്ഛനും ചായ അടിക്കട്ടെ കേട്ടാ? ചായ വേണം. ശരി. ഉന്നക്കായും കട്ട്ലറ്റും ബന്നും. ഇച്ചിരി എന്താ വേണ്ടേ? ഉന്നക്കായ ബന്നാ? ബന്ന വേണ്ടേ? ഏട്ടാ ഒരു കട്ട്ലറ്റും കൂടെ എടുക്കട്ടെ ഒരു കൂട്ടി കഴിക്കാൻ? ഉണ്ട് മോക്കുണ്ട്. ഇന്നലത്തെ വീഡിയോന്റെ അടിയിലെല്ലാം കമന്റ് ഉണ്ടായിരുന്നു, എന്താ ചേച്ചി വയനാട്ടിലേക്കും ഒന്ന് ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ലേന്നല്ല. അപ്പം ഇത് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതല്ല കേട്ടോ വയനാട്ടിലേക്കുള്ള ഹെൽപ്പ് എന്നുള്ളത്. ഇത് നമ്മളോട് പേഴ്സണലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത് കൊണ്ട് അത് അയച്ചു കൊടുക്കുന്ന, അവർക്ക് ഒരു ഉപകാരമാവുമല്ലോ എന്ന് വെച്ചിട്ട് അയച്ചു കൊടുക്കുന്നതെന്ന് മാത്രം. വയനാട്ടിലേക്ക് ഉള്ള ഹെൽപ്പ് നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മൊത്തം എല്ലാം പബ്ലിക് ആക്കിയിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനും ഏട്ടനും ഒരുമിച്ച് അല്ല കേട്ടാ, നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഏട്ടന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എമൗണ്ട് ഒന്നും നമ്മൾ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു മൊത്തത്തില് അപ്പൊ നമ്മൾ കണ്ണൂർ എത്തിയേ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. മഴ ഇപ്പം ഉണ്ട് അത്ര കേട്ടാ. മഴ ഇപ്പം പെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. പാർക്കിങ് കിട്ടിയതുകൊണ്ട് സമാധാനം. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പാർക്ക് ചെയ്യാൻ പറ്റൂലോ എന്നുള്ളത് കുഴപ്പമില്ല. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞൊരു ഡാൻസ് വീഡിയോയിൽ ഇട്ടപ്പോൾ കമൻറ്റ്സ് ഉണ്ടായിരുന്നു എവിടുന്ന വാങ്ങിച്ചെന്നുള്ളത്. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നുള്ളതാണ്. സ്റ്റൈൽസ് 1189 1189 എന്നുള്ളൊരു ഇൻസ്റ്റാ പേജ് എന്നാണ് കേട്ടോ. ഒരു ഫ്രോക്ക് മോഡൽ. ആക്ച്വലി ഇത് നൈറ്റി ഫ്രോക്കാണ്. പക്ഷെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാം. ഇങ്ങനെ കുഞ്ഞ് സ്ലീവെല്ലായിട്ടുള്ള ഞാൻ കുറേ കാലമായി ഇട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു എനിക്കെന്തോ ഒരു പുതുമ തോന്നുന്നു എന്നെ കാണുമ്പോൾ. കുട്ടി സ്ലീവ് ഉള്ളത് പണ്ട് സ്ഥിരം ഇടുന്നതാണേ. ഇപ്പോൾ കുറേ ആയി ഇടാത്ത. ഏട്ടനെ കൂട്ടാൻ മറന്നുപോയി. ഇല്ല കൊട എടുത്തിട്ട. കൊട എടുക്കാൻ മറന്നുപോയി. നല്ല മഴയാണ്. വാ. അവിടെ എത്തിയ ഉടനെ തന്നെ നേരെ നമ്മൾ ഈ പാൻറ്റും ടീഷർട്ടിലുള്ള സെക്ഷനിലേക്ക് പോയി. വലിയ ഷോപ്പായിട്ട് അത് ഇങ്ങനെ കുറേ നമുക്ക് നൈറ്റ് ഡ്രസ്സും വീട്ടിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം
ഇഷ്ടം പോലെ കിട്ടും. അങ്ങനത്തെ ഒരു ഷോപ്പാണ്. അങ്ങനെ പോയിട്ട് അവിടുന്ന് കുറച്ചെണ്ണം ഇങ്ങനെ നോക്കിയെടുത്തു. ടീഷർട്ട്സൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിന്. അത്യാവശ്യം തിരക്കുണ്ടായിന്. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള ആളുകളെല്ലാം പെടുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവും അല്ലേ. അതുകൊണ്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ വേഗം നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കണ്ടപ്പോൾ എനിക്ക് 1-2 നൈറ്റ് ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും എല്ലാ ദിവസവും ഇവിടെ തിരക്കായിരിക്കും. അതെന്താണെന്ന് നമ്മൾ വണ്ടിയിലെല്ലാം പോകുമ്പോൾ നോക്കലുണ്ട്. എപ്പോഴും തിരക്കായിരിക്കും ഇവിടെ. പിന്നെ സൂപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ട്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളിൽ എടുക്കാനുണ്ട്. പുട്ടുപൊടിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കാനുണ്ട്. ഏതായാലും ഇറങ്ങിയതെല്ലാം വരുന്ന വഴിക്ക് അതും കൂടെ വാങ്ങിക്കാമെന്ന് വെച്ച്. കോൺ പുട്ടുപൊടി, നമ്മളെ മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി അതെല്ലാം ഈ സൂപ്പർ മാർക്കറ്റിനെ കിട്ടും. അതുകൊണ്ട് അവിടെ കയറി ഒന്ന്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എല്ലാം പാക്ക് ചെയ്യാൻ പോകുന്നത്. ഫുഡെല്ലാം കഴിച്ച് ഇതെല്ലാം ബെഡിൽ എടുത്തിട്ടിട്ടുണ്ട്. ഇനി എല്ലാം പാക്ക് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അയക്കണം കേട്ടോ. പാക്ക് വേഗം ചേച്ചി വാ. ക്യാമറ ഒക്കെ തുടങ്ങ്. ഏട്ടനാണ് ഇതിലെല്ലാം നല്ല അഗ്രഗണ്യൻ. അങ്ങനെ പാക്കിംഗ് പരിപാടി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ച കഴിഞ്ഞ സമയം ഒരു 2 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 മണി 3:15 നിച്ചുട്ടിനെ കൂട്ടാൻ പോകണമല്ലോ. അപ്പോൾ നമ്മളിത് വേഗം കൊടുത്തിട്ട് നേരെ നിച്ചുട്ടിനെയും കൂട്ടി അങ്ങനെ വരാമെന്നുള്ള പ്ലാനിങ്ങിലാണുള്ളത്. അപ്പോൾ ഓരോ ഡ്രസ്സുകളായിട്ട് ആദ്യം എല്ലാം മടക്കി വെച്ചിട്ട് പെട്ടിയിൽ സെറ്റാക്കി വെക്കാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. രണ്ടാളും കൂടെ വർത്താനം പറഞ്ഞ് ഏതൊരു കാര്യം നമ്മളെ പാർട്ട്ണറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. അതുകൊണ്ട് ഏട്ടൻ എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും നിൽക്കുന്നത് കൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. രണ്ടാളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരാൾ മടക്കി വെക്കുന്നത്, ഒരാൾ എടുത്ത് വെക്കുന്നത്. അങ്ങനെ പാക്കിങ് നമ്മൾ പാർസൽ ചെയ്യേണ്ട ടാപ്പെല്ലാം വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്. അതെല്ലാം കൂടെ ആക്കുന്നുണ്ട്. ഇങ്ങനെ പൊങ്ങി ഉടുപ്പല്ല ആവി ഇടുമോയെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചപ്പം എല്ലാം വെച്ചോ ഇട്ടോളും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടെ വെക്കുന്നത്. അപ്പോൾ ഇതാ പാക്ക് ചെയ്തിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഫുള്ള് വാവേൻ്റെ ഡ്രസ്സും എൻ്റെ 2-3 ഡ്രസ്സ് ഉണ്ടെങ്കിൽ വെച്ചേക്കെന്ന് പറഞ്ഞ് അതും പിന്നെ വാവയ്ക്ക് ഒരു സെറ്റ് കളിപ്പാട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ടുണ്ട്. റെഡി, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ DTDCയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആളുണ്ടായിട്ടില്ല. ഇപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആൾ വന്നിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് വരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൈകുന്നേരം വരുമ്പം നിച്ചുട്ടിനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങ് വന്നു കേട്ടോ. അംഗൻവാടി വിടേണ്ട സമയമായിനി. അപ്പൊ നേരെ പോയി നിച്ചുനെയും കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് അയച്ചു. അവിടെ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ എന്തായാലും എത്തുമായിരിക്കും. DTDC വഴിയല്ല അയച്ചത്. അങ്ങനെ അയച്ചതെന്നാ പറഞ്ഞേ. കുറെ പേരുണ്ടാവും എന്നറിയാം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവര്. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.